നമസ്കാരം. അറിയാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇറാനുമായി സമാധാന ഉടമ്പടി ഒപ്പിടുമെന്നും ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഞങ്ങൾ ഇറാനുമായി സമാധാന ഉടമ്പടിയിലെത്തി. ഉടമ്പടി ഒപ്പിടുന്ന ദിവസം തന്നെ ഹോർമുസ് തുറക്കും. ദിവസങ്ങൾക്കുള്ളിൽ ഇക്കാര്യം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചിലപ്പോൾ സമാധാന ഉടമ്പടിയിൽ ഈ ആഴ്ച തന്നെ ഒപ്പിട്ടേക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. വാഹനാപകടത്തിൽ കുടുംബനാഥയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം നിർണ്ണയിക്കുമ്പോൾ കുടുംബത്തിന്റെ പരിപാലന നഷ്ടം എന്ന ഇനത്തിൽ പ്രതിമാസം ചുരുങ്ങിയത് 30,000 രൂപ കണക്കാക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. തുക 3 വർഷത്തിലൊരിക്കൽ 10% വീതം വർദ്ധിപ്പിക്കണമെന്നും ജഡ്ജിമാരായ സഞ്ജയ് കരോൾ, NK സിംഗ് എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പോലീസിൽ വൻ അഴിച്ചുപണി. P. വിജയനെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി നിയമിച്ചു. ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന H. വെങ്കടേഷിനെ ക്രൈംബ്രാഞ്ച് മേധാവിയായി മാറ്റി. പോലീസ് ആസ്ഥാനത്തെ ADGP ആയിരുന്ന S. ശ്രീജിത്തിന് ജയിൽ മേധാവിയായി നിയമനം.